ഈ ചെടിച്ചട്ടിയിൽ ആകപ്പാടെ പകുതി കഷ്ടിച്ച് മണ്ണേ ഉള്ളൂ. 2 വെണ്ടച്ചെടികളും ഉണ്ട്. ഇത് അന്ന് നനയ്ക്കാൻ നോക്കിയപ്പോൾ ഒരുപാട് കുഞ്ഞു ചെടികൾ. ഇതെന്തായാലും വെണ്ടത്തൈകളല്ല. ആദ്യം ഞാൻ വിചാരിച്ച് പുല്ലായിരിക്കുന്നു. പിന്നെ നോക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, കണ്ട സൈഡിലൊരു ചെറിയ ചെടി ഉണ്ട്. ഇതേതാണെന്നറിയോ? ഒരു പച്ച ചീരയാണ്. അത് നന്നായിട്ട് വളർന്നിരുന്നു. ഇപ്പോൾ കുറച്ച് മോശമാണ്. വെണ്ട ഇവിടെ അല്ല ഉണ്ടായിരുന്നത്, വേറെ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വെണ്ടയുടെ കടക്കിൽ മുളച്ച് വന്നിരിക്കുന്നത് മുഴുവൻ ആ പച്ചച്ചീരയുടെ തൈകളാണ്. പുല്ലാന്ന് വിചാരിച്ച് ഞാൻ നശിപ്പിച്ച് കളയാൻ വിചാരിച്ചതാണ്. പിന്നെയാണ് ഓർമ്മ വന്നത് ഇത് ഈ ചീരയുടെ ചെടികളായിരിക്കും. സാധാരണ ഇവിടെ ചുവന്ന ചീര ആദ്യം ഉണ്ടാവാറ്. അപ്പോൾ ചുവന്ന ചീരയുടെ കുഞ്ഞു തൈകൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും, കളറുണ്ടല്ലോ. പച്ചച്ചീരയുടെ അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ ആ വെണ്ട മുമ്പ് വെച്ചിരുന്ന സ്ഥലത്തിൻ്റെ താഴെ പോയി നോക്കി. അവിടെയുണ്ട് 2 കുറച്ചുകൂടെ വലിയ തൈകൾ കണ്ടില്ലേ? 2 പച്ചച്ചീരകളുടെ തൈകൾ അവിടെ ഉണ്ട്. കുറേ പുല്ലുണ്ട്. ഇതും ഒരു പച്ചച്ചീരയുടെ തൈയാണ്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു ചെറിയ വെർട്ടിക്കൽ ഗാർഡൻ പോലെ പഴയ അലക്കണ കല്ലിൻ്റെ മുകളിലാണ് വെണ്ടയുടെ ചെടികളുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ കല്ലാണ് ഇവിടെ സൈഡിൽ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഉള്ള സ്ഥലമാണിത്. അവിടേക്ക് ചെടി ചെരിഞ്ഞ് വളർന്ന് കുറേ വിത്തുകൾ അവിടെ വീണതിൽ മുളച്ചതിൽ 3 എണ്ണം വലുതായി വന്നു. അവിടെ പാറയിൽ വീണ വിത്ത് എന്ന് പറഞ്ഞ വരെയാണ്. വിത്ത് വളരാനുള്ളൊരു സാഹചര്യം ഇല്ല. ആകെ ബേബി ജെല്ലിയും പിന്നെ വെള്ളാറങ്കലിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ എന്നാലും 2-3 തൈകൾ അവിടെ വളർന്നു വന്നിട്ടുണ്ട്. അവിടെ കാണാം.